ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിനുശേഷം എൻ്റെ തൊട്ടപ്പുറം കാണുന്ന ഒരു ബെൽ ബട്ടണും കൂടി അമർത്തി അതിൽ നിന്ന് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിട്ട് നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഫുൾ ബോഡി കെയർ ചലഞ്ചിൻ്റെ നമ്മുടെ 3rd ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ താടിക്ക് വേണ്ടിയിട്ടുള്ളൊരു കെയർ അല്ലെങ്കിൽ ബിയേർഡ് കെയർ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 3 ടിപ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ താടി വളർത്തുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താടി എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് ക്ലീൻ ആക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ ഭാഗങ്ങളും കൂടെ നമ്മൾ ക്ലീൻ ആക്കണം. അതായത് താടിക്കിടയിൽ അഴുക്കൊക്കെ ഉണ്ടാവാനായിട്ടൊക്കെ ഉള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലൊക്കെ കൂടാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഒരു ബിയേർഡ് വാഷ് മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചില ഷാമ്പൂ ഒക്കെ ഉണ്ട്, ആ ഷാമ്പൂ ഇട്ട് നമുക്ക് താടിയൊക്കെ കഴുകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫേസ് വാഷ് തന്നെ മതി, അതാണേലും ഇട്ട് നമുക്ക് താടിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ താടി നമുക്ക് വൃത്തിയാക്കാം. നിങ്ങളുടെ കയ്യിൽ ബിയേർഡ് വാഷ് ഉണ്ടെങ്കിൽ ബിയേർഡ് വാഷ് എടുക്കുക. ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ബിയേർഡ് വാഷ് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫേസ് വാഷാണ്, ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഫേസ് വാഷാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് കുറച്ചെടുക്കുകയാണ്. അതിനു മുമ്പ് ഇത് ഇത്രയും ക്വാണ്ടിറ്റി മതിയാവും. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ഫേസ് എപ്പോഴും വെറ്റാക്കണം. അപ്പം ഞാനന്ന് ഫേസൊക്കെ ഒന്ന് വെറ്റാക്കി ഇത് നന്നായിട്ട് നമ്മുടെ താടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താടിയിൽ നന്നായിട്ടൊരു ഓയിൽ മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണും കാസ്റ്റർ ഓയിൽ താടിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പം കാസ്റ്റർ ഓയിൽ നിങ്ങൾ താടിയിൽ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കാസ്റ്റർ ഓയിലിൻ്റെ കൂടത്തിൽ നിങ്ങൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നിങ്ങൾ താടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ്. കാരണം ഞാനൊരു വീഡിയോയിൽ ഇത് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത് റിക്വസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓയിൽ. ഇത് ഹെയർ ഓയിലാണ്, അതുപോലെ തന്നെ ഇത് നമുക്ക് ബിയേർഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പർച്ചേസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാസ്റ്റർ ഓയിലാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഡ്രോപ്സ് എടുക്കുകയാണ്. ഏകദേശം ഇത്രയും മതിയാകും. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് ചൂടാക്കണം. എന്നിട്ട് താടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് എങ്കിലും നമ്മളിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യണം. അപ്പോൾ ഈ ഓയിൽ മസാജ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ നമ്മൾ ഈ ഓയിൽ മസാജ് ചെയ്തേച്ചാൽ മതി. ഓയിൽ മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഓവർനൈറ്റ് വേണമെങ്കിൽ മുഖത്ത് വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കഴുകി കളയാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ പറയാറുള്ളതാണ്. അതായത് സ്കിൻ കെയർ ചെയ്യുമ്പോഴാണെങ്കിലും ഹെയർ കെയർ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ബിയേർഡ് കെയർ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഏറ്റവും മസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും മറക്കാതെ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ അത് ഒരിക്കലും മറക്കാതെ ഇരിക്കണം. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നിങ്ങൾക്ക് താടി വളരാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം ഈ 3 കാര്യങ്ങളും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.